ഇത് നമ്മൾ ചീര പൊട്ടിക്കാൻ വന്നേക്ക് വേണ്ട. നമ്മളിവിടെ അത്യാവശ്യം നന്നായിട്ട് ചീര ആയിട്ടുണ്ട്. നമ്മൾ ഒരു തവണ ചീര പൊട്ടിച്ചായിരുന്നു. ഇപ്പം നോക്കിയപ്പോൾ നന്നായിട്ട് ചീര നന്നായിട്ട് തളിരൊക്കെ വന്നിട്ടുണ്ട്. അത് പൊട്ടിക്കാൻ വന്നതാണ് നമുക്ക് ചീര പൊട്ടിക്കാം. ഉണ്ടോ ചീരയൊക്കെ ഏകദേശം നന്നായിട്ട് തളിര് വന്നിട്ട് നന്നായിട്ട് വലുതായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 തളിരും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പറിച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് വന്നത്. രാവിലത്തേക്കൊരു ഉപ്പേരി വയ്ക്കാനായിട്ട്. കാരണം ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന കാരണം പെട്ടെന്ന് തന്നെ ഇത് അരിയൊക്കെ ചീത്തയായി പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് മുറിച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുറിച്ച് കളഞ്ഞ അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് വീണ്ടും തളിര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാമെന്ന് വെച്ചേക്കണേ. അല്ല, കട്ട് ചെയ്ത് കളയല്ല, കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിരിക്കണം. എന്നൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 3 കടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് കഴിക്കാനുണ്ടാവും കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് 3 കട എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ഉണ്ട് കേട്ടത്. കേട്ടാ ഇത് നമുക്കൊരു തോരനൊക്കെ വയ്ക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ ചീരയൊക്കെ പറിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീരയൊന്ന് കഴുകി ഒന്ന് അരിഞ്ഞ് തോരൻ വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചീര നന്നായിട്ട് അരിഞ്ഞ് വെച്ചു കേട്ടോ. കഴുകി അരിഞ്ഞ് വെച്ചു. കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അരിയല്ല, ഞാൻ ചതച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചേനെ. അതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് അരിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചതയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടിക്കോളും. കുറച്ച് നല്ല വലിയ ഉള്ളി വരുന്നത്, ചുവന്നുള്ളി കണ്ട, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അത് നോക്കിയെടുത്തതാണ്. ഞാൻ ടൂർ പോയ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ആലപ്പുഴ ബോട്ട് യാത്രയ്ക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. നമ്മളിവിടെ നിന്നൊരു ഏകദേശം ഞാനൊരു 6:30 രാവിലെ 6:30ക്കാണ് ഞാൻ പോയത്. ഏകദേശം ഒരു 11:30 മണി ആ സമയമായപ്പോൾ നമ്മൾ അവിടെ എത്തി കഴിഞ്ഞ് നമ്മൾ ബോട്ടിലേക്ക് പോയി. സൂര്യ ബോട്ട് അങ്ങനെ പറയുന്ന ബോട്ടിൻ്റെ പേര്. ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അടിപൊളിയായിരുന്നു യാത്ര. ഏകദേശം ഒരു 50 പേരോളം ഉണ്ടായിരുന്നു നമുക്ക് ആ ബോട്ടിൽ യാത്ര ചെയ്യാനായിട്ട്. അതായത് നമുക്കറിയാം നമ്മുടെ ഇവിടെ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. 2 മണിയായപ്പോൾ നമുക്ക് ഫുഡ് കിട്ടാൻ ഭയങ്കരമായിട്ട് ഒരു ലാഗായിരുന്നു. അതാണ് ഞാൻ ഫുഡിൻ്റെതായ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. അതിനുശേഷം ഏറ്റവും സൂപ്പറായത് സ്പീഡ് ബോട്ടിൽ പോയതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നത് സ്പീഡ് ബോട്ടിൽ പോയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പീഡ് ബോട്ടിൽ പോയത്. ഒരാൾക്ക് 300 രൂപ ആയിരുന്നു സ്പീഡ് ബോട്ടിൽ പോകാനായിട്ട്. ഞാൻ സ്പീഡ് ബോട്ടിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മേനോട് കൂടിയും പറയാം, അമ്മയ്ക്കും കൂടി ഇഷ്ടമായിക്കോളും. ഞാൻ അങ്ങനെ വിചാരിച്ച് സ്പീഡ് ബോട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ വരുന്നു എൻ്റെ അമ്മ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വരുവാണ്. അപ്പോൾ അംബ്രൂസിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അംബ്രൂസ് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാം, അംബ്രൂസിന് ഞാൻ ആജിൻ്റെയിൽ കൊടുത്തിട്ടുണ്ട്, ഞാനും കൂടി പോവാന്ന്. അപ്പോൾ ആദ്യം അമ്മ പേടിച്ച് നിന്നായിരുന്നു. പിന്നെ അമ്മയ്ക്ക് തലകറക്കത്തിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇയർ ബാലൻസ് ഉള്ള അയ്യോ ഞാൻ അതിലൊന്നും കയറുന്നില്ല, എനിക്ക് ഭയങ്കര പേടിയാന്നൊക്കെ പറഞ്ഞ ആള് ഞാൻ പോയത് കണ്ട് ആളും കൂടി പോയി. അപ്പോൾ ആളും സ്പീഡ് ബോട്ടിൽ പോയി. അപ്പോൾ ഈ ആലപ്പുഴ യാത്രയിൽ ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് ബോട്ടിൽ പോയതാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങോട്ട് ആലപ്പുഴയ്ക്ക് പോകാമെന്നുണ്ടെങ്കിൽ സ്പീഡ് ബോട്ട് എന്തായാലും ട്രൈ ചെയ്യണം. ഒരാൾക്ക് 300 രൂപയാണ് വരുന്നത് കേട്ടോ. അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അതിൽ പോകുമ്പോൾ. തിരിച്ച് ഒരു 5 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് വന്നു. അത് കഴിഞ്ഞിട്ട് കടൽ കാണാൻ പോയി. കടൽ കാണുമ്പോൾ കുറച്ച് സമയം നമുക്ക് ഉണ്ടായിരുന്നു, കാരണം മൊത്തത്തിൽ ഇരുട്ടായിട്ടുണ്ടായിരുന്നു.
കണ്ടു കഴിഞ്ഞ് പിന്നെ അവിടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വന്നത്. നമ്മൾ തിരിച്ചിവിടെ എത്തിയപ്പോൾ പുലർച്ചെ 2:30 പുലർച്ചെ 2:30 എത്തിയതിൻ്റെ ക്ഷീണത്തിലാണോ എന്നറിയില്ല. തിരിച്ചു വരുന്ന വഴിയിലാണ് ഞാനൊന്ന് വീണത്. അംബ്രൂസ് കയ്യിലുണ്ടായിരുന്നു. ദൈവഭാഗ്യത്തിന് അംബ്രൂസിന് ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ മുട്ടുകുത്തിയാണ് വീണത്. അപ്പോൾ ഞാൻ മുട്ടിന് ചെറിയൊരു പൈക്ക് പറ്റിയത്. അതാണ് ഞാൻ ഞൊണ്ടി നടന്നത് കേട്ടോ. അങ്ങനെ ട്രിപ്പൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 വർഷത്തിന് ശേഷമാണ് ഇതേമാതിരി ട്രിപ്പ് പോണത്. അപ്പോൾ ഒരു 4 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ പോയതിൻ്റെ. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എവിടേക്കോ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ക്രാവിൽ കൊണ്ടുപോകണ കാരണം തിരിച്ചെത്തുന്ന വരെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ പേടിയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മറ്റ് ഫീലിങ്സ് ഉള്ള ഏതെങ്കിലും അമ്മമാരുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ അമ്മയുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ചെറിയ ക്രാവുണ്ട്. ഞാൻ അവനെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല ഇതുപോലെ. അപ്പോൾ അവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ അങ്ങനെ. പക്ഷെ ദൈവം സഹായിച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അമൃസാന്ന് എനിക്ക് തോന്നുന്നത്. അവൻ നന്നായിട്ട് അടിച്ചു പൊളിച്ചു, നന്നായിട്ട് ഡാൻസ് കളിക്കലും അവൻ എന്താ പറയുക തകർത്തിട്ടുണ്ട്. അതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.